ശ്രീ എൻ ശ്രീകുമാർ കോൺഗ്രസ് അനുഭാവിയാണ്, കോൺഗ്രസിന്റെ ഭാഗം പറയുന്നു. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് ശശി തരൂരിനെ നേരിട്ട് ക്ഷണിക്കുന്നു. ശശി തരൂരിന്റെ എക്സ്പെർട്ടീസിൽ ഉപയോഗിക്കുക എന്നുള്ളത് രാജ്യത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്, അത് വേണ്ടതാണ്. പക്ഷെ അത് പാർട്ടിയോട് കൺസൾട്ട് ചെയ്തില്ല എന്ന് കോൺഗ്രസ് പറയുന്നത് അത് ഈ അവസരത്തിൽ ശരിയാണോ എന്ന് BJP ചോദിക്കുകയാണ്. നോക്കൂ ശ്രീമതി സ്മൃതി, രാജ്യ താല്പര്യത്തിന്റെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു പാർലമെന്ററി പ്രതിനിധി സംഘത്തെ അയക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നു. എല്ലാ കക്ഷി പ്രതിനിധികളെയും അത് ഉൾപ്പെടുത്തുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ മര്യാദയാണോ എന്നുള്ള സ്ഥിരം ചോദ്യം നമുക്കിവിടെ ആവർത്തിക്കാം. പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ശശി തരൂരിന്റെ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തുന്നു. സ്മൃതി ചോദിച്ചതുപോലെ അവർ സ്വയമേവ ഉൾപ്പെടുത്തുന്നു. ശശി തരൂരിനെ വിളിച്ചു പറയുന്നു, കോൺഗ്രസിനെ അറിയിക്കുന്നില്ല. കോൺഗ്രസിനോട് പറഞ്ഞത് 4 പ്രതിനിധികളെ തരണം. കോൺഗ്രസ് 4 പ്രതിനിധികളുടെ പേര് കൊടുത്തു. അതിൽ മുൻ വിദേശകാര്യമന്ത്രി ആനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ള പ്രഗത്ഭർ അതിലുണ്ട്. ഇവിടെ BJP കാണിക്കുന്ന ഒരു രാഷ്ട്രീയ മര്യാദയില്ലായ്മയുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയെ BJP അല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അത് കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് എന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ ഇന്ത്യ ഭരിച്ച ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയാണ്. രാഹുൽ ഗാന്ധിയോട് പ്രതിപക്ഷ നേതാവിന്റെ സാധാരണഗതിയിൽ ഈ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അതൊരു ഒരു സാധാരണഗതിയിൽ ഒരു സംഭാഷണം നടത്തേണ്ടതല്ലേ. മുംബൈ ആക്രമണകാലത്തിൽ ഇതുപോലെ മൻമോഹൻ സിംഗ് വിദേശത്തേക്ക് പ്രതിസംഘത്തെ അയച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ വിവാദം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ ചർച്ചകൾ വരുന്നത് ശശി തരൂരിനെ എതിരാണോ കോൺഗ്രസ് എന്നുള്ളതാണ്. ശശി തരൂരിനെതിരല്ല ഇവിടെ കോൺഗ്രസ്. ഇവിടെ കോൺഗ്രസ് BJPയുടെ രാഷ്ട്രീയ താല്പര്യത്തിനെതിരാണ്. കാരണം കോൺഗ്രസിൽ ശശി തരൂരിന്റെ നിലപാടുകൾ നമുക്കറിയാം. ആ നിലപാടുകൾ ഞാൻ അവിടെ വിവരിക്കുന്നില്ല. ആ നിലപാടുകൾ മറയാക്കിക്കൊണ്ട് എങ്കിൽ പിന്നെ ഈ ഒരു അവസരവും കോൺഗ്രസിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ഉപയോഗപ്പെടുത്താം എന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സൈന്യത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകിയതും മോദി ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ നൽകിയതും ഒക്കെ ഒരു നിമിഷം കൊണ്ട് മറക്കുകയാണ്. സങ്കുചിത രാഷ്ട്രീയത്തെ ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ BJP പുണരുന്നത് രാജ്യ താല്പര്യത്തിനെതിരെ തന്നെയാണ്, സംശയമൊന്നും വേണ്ടാത്ത കാര്യമാണ്. കാരണം പ്രതിപക്ഷത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധി അല്ലേ, ആ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽപ്പെട്ട ആളല്ലേ ശശി തരൂര്. അപ്പൊ ശശി തരൂര് ഈ വിഷയത്തില് എടുത്ത ചില നിലപാടുകളുണ്ട്. ഈ വിഷയത്തിൽ മാത്രമല്ല മുൻകാലങ്ങളിൽ എടുത്ത നിലപാടുണ്ട്. അത് വേറെ പ്രശ്നങ്ങളാണ്. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇക്കാര്യത്തിൽ മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇവിടെ ശശി തരൂരിന്റെ കേന്ദ്ര ഗവൺമെന്റ് അവർ സ്വന്തമായി നിയോഗിക്കുമ്പോൾ അങ്ങനെ പറയാം. രാഹുൽ ഗാന്ധിയെയോ കോൺഗ്രസ് അധ്യക്ഷനെ വിളിച്ച് പറയാം, ഞങ്ങൾ ഇങ്ങനെ ശശി തരൂരിനെ, കാരണം ഇപ്പൊ BJP പറയുന്ന ശശി തരൂരാണ് ഏറ്റവും മിടുക്കൻ എന്നുള്ളതാണ്. ശരി തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ മര്യാദ എന്നൊരു സംഭവം ഉണ്ടല്ലോ. സാധാരണ BJP സമ്മതിക്കുമോ? കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ BJPയോട് ചോദിക്കാതെ ഒരു BJP നേതാവിനെ സംഘത്തിൽ ഉൾപ്പെടുത്തിയാല് ഇപ്പോൾ കിരൺ റിജിജു ആണല്ലോ പാർലമെന്ററി കാര്യമന്ത്രിയാണ് ഈ പറഞ്ഞ നേതാക്കളെയൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അതത് പാർട്ടി നേതൃത്വത്തെ വിളിച്ചിട്ട് നിങ്ങൾ കുറച്ച് ആൾക്കാരെ തരൂ എന്ന് ആവശ്യപ്പെടുകയാണോ ഉണ്ടായിട്ടുള്ളത്? എന്താണ് താങ്കളുടെ ഒരു ബോധ്യം? എന്താണ് ഇപ്പോൾ CPMന്റെ കാര്യത്തിൽ MA ബേബിയെ വിളിച്ചിട്ടാണോ ബ്രിട്ടാസിനെ തരൂ എന്ന് പറഞ്ഞത് എന്നൊരു സംശയോടെ നിൽക്കുന്നു. ഈ തരൂരിന്റെ വിഷയം വരുമ്പോൾ മാത്രം അത് വിവാദമാവുകയാണോ? അല്ല, കോൺഗ്രസിനോട് പേര് പറയാൻ പറഞ്ഞുകൊണ്ടാണല്ലോ കോൺഗ്രസ് 4 പേരുടെ പേര് കൊടുത്തത്. വെറുതെ കോൺഗ്രസ് കൊടുക്കില്ലല്ലോ. അതിപ്പോ കോൺഗ്രസിനോട് ആരാണ് ആവശ്യപ്പെട്ടതെന്നോ അതൊക്കെ നമുക്ക് സാധാരണയിൽ ആലോചിച്ചറിയാമല്ലോ. കേന്ദ്ര ഗവൺമെന്റ് പ്രതിസംഘത്തെ അയക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പ്രതിപക്ഷ നേതാക്കളെയാണോ തിരഞ്ഞെടുക്കുക? കോൺഗ്രസ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ അഭിപ്രായമുണ്ട്, കോൺഗ്രസിന് താല്പര്യമുള്ളവരുണ്ട്. കോൺഗ്രസ് പറയാണ്, ആനന്ദ് ശർമ്മ മുൻ വിദേശകാര്യ സഹമന്ത്രിയെ കുറെ കാലം പ്രവർത്തിച്ച ഒരാളാണ്, ക്യാബിനറ്റ് റാങ്കിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, അദ്ദേഹം പോട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിച്ചെന്ത് ചെയ്യും. പക്ഷെ ഇവിടെ BJP ശശി തരൂരിനെ, അതായത് ശശി തരൂരിന്റെ നിലപാടുകളെ BJPക്ക് അറിയാം. ആ നിലപാട് വെച്ചുകൊണ്ട് കഴിഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായ യുദ്ധവും ഇപ്പോഴത്തെ യുദ്ധവും തമ്മിൽ കോൺഗ്രസ് പറഞ്ഞതല്ലല്ലോ ശശി തരൂർ പറഞ്ഞത്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് എങ്കിൽ പിന്നെ ഒരു അസ്വസ്ഥത കോൺഗ്രസിൽ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചത് വളരെ മോശമായി പോയില്ലേ. കാരണം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, അതിനിടയ്ക്ക് ഒരു നിസ്സാര കാര്യം സംഗതി ഒരു പ്രതിനിധി സംഘം വിദേശത്തേക്ക് പോകുന്നത് സാധാരണ രീതിയിൽ വലിയൊരു രാഷ്ട്രീയമായ ചർച്ചയും ചെയ്യേണ്ട കാര്യമില്ല. പ്രതിനിധി സംഘം പോകുന്നു, എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെയും വിളിക്കുന്നു. ശരി, ഇവിടെ MA ബേബിയോട് ചോദിച്ചു, പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് CPMന്റെ ഈ വിഷയം. അപ്പൊ MA ബേബി എന്താ പറഞ്ഞത്? അത് കേന്ദ്ര ഗവൺമെന്റും കോൺഗ്രസും തരൂരും തമ്മിലുള്ള വിഷയമാണെന്ന്. ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ചു. അപ്പൊ ജോൺ ബ്രിട്ടാസ് എന്താ പറഞ്ഞത്? അത് കോൺഗ്രസിനോട് ചോദിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ അഭിപ്രായ ഭിന്നതകൾ എല്ലാവർക്കും ഉണ്ട്, കൃത്യമായിട്ട് ആരും പറയുന്നില്ല. പക്ഷെ ശശി തരൂര് കോൺഗ്രസിന്റെ MP ആണ്.
ശശി തരൂര് അതിലുപരി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ശശി തരൂരിനെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിളിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി അറിയിച്ചു എന്നാണ് പറയുന്നത്. എങ്കിൽ പാർട്ടിയുടെ അനുമതിക്ക് കാത്തു നിൽക്കണ്ടേ? അല്ലെങ്കിൽ ഈ വിദേശ കാര്യങ്ങളിൽ അഭിരമിക്കുന്ന ഒരാളാണ് ശശി തരൂര്. അദ്ദേഹത്തിന്റെ അതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് വലിയ താല്പര്യമുള്ള ഒരാളാണ് ഈ വക വിഷയങ്ങളിൽ. അപ്പൊ ആ താല്പര്യമുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിന്റെ കൂടെ പോകാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ പറയാമല്ലോ പാർട്ടിയോട് എനിക്കിങ്ങനെ പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ പാർട്ടികളുടെ തീരുമാനം എടുക്കുമായിരിക്കും. പക്ഷെ ഇതിലെന്താണ്? പാർട്ടി നിലപാടുകളെ എതിരഭിപ്രായം പറഞ്ഞു. പാർട്ടി നിലപാട് വളരെ പ്രധാനപ്പെട്ട നിലപാട് കോൺഗ്രസ് പറഞ്ഞിരുന്നല്ലോ. 1900 ബംഗ്ലാദേശ് യുദ്ധകാലത്തെ ഇന്ദിരാഗാന്ധിയുടെ നിലപാടും ഇപ്പോഴത്തെ നിലപാടും. ഇതിൽ ശശി തരൂർ എന്താ പറഞ്ഞത്? രണ്ടും രണ്ടാണെന്നല്ല പറഞ്ഞത്. അവിടെ കോൺഗ്രസ് അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ പാർട്ടിക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞതല്ലേ. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ശശി തരൂര് ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു വാദമുണ്ട്, നിങ്ങളെ ശ്രദ്ധിച്ചോ അറിയില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും, അത് ശശി തരൂരിനെ കൂടുതൽ അറിയുന്നവര്, ആ മലയാളത്തിലാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അവര് എന്ന് വെച്ചാൽ ആരാണത്? കോൺഗ്രസിന് അദ്ദേഹം പറഞ്ഞതാണ് കോൺഗ്രസിന് അവരുടെ അഭിപ്രായമുണ്ട്. അങ്ങനെയാണോ പറയേണ്ടത് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ? അദ്ദേഹത്തിന്റെ പാർട്ടിയല്ലേ കോൺഗ്രസ്. ഞാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, ഞാൻ ഈ വിഷയം കോൺഗ്രസ് നേതൃത്വത്തിൽ ഉന്നയിക്കാം, ഇങ്ങനെ സംഭവം, ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അദ്ദേഹത്തെ വിടാൻ ഒരു മടിയും ഉണ്ടാവില്ല. പക്ഷേ BJP കോൺഗ്രസിനെ ഭരിക്കരുത്, അവിടെയാ വിഷയം. കോൺഗ്രസിന്റെ പ്രതിനിധി ആരാവണമെന്ന് BJP തീരുമാനിക്കരുത്. അത് പക്ഷേ ഈ രാജേഷിനോട് പറയാൻ രാജേഷിന് അറിയാതെ അത് ചെയ്ത തെറ്റാന്ന് രാജേഷിന് അറിയാം. അതുകൊണ്ടാണ് രാജേഷ് വിഷയത്തിലേക്ക് വേറെ ചെറുത് കടത്തിക്കൊണ്ടുവന്നത്. ഒരു രാഷ്ട്രീയ മര്യാദ നമ്മൾ എപ്പോൾ പറയുന്നുണ്ടെങ്കിലും ഇത് സാമാന്യ മര്യാദയാണ്. അതായത് CPM നിന്ന് ആര് പോകണമെന്ന് CPM തീരുമാനിക്കുക. ഇത് മുമ്പൊരു ഘട്ടത്തിൽ ഞാൻ ഇതിലേക്ക് കൂട്ടിക്കടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി, ഓർമ്മയുണ്ടാവും. ഞാൻ ഇതിലേക്ക് വരുന്നില്ല, കാരണം അത് ഇതിലേക്ക് കൂട്ടിക്കടത്ത ഈ വിഷയത്തിന്റെ ഗൗരവം പോകും. അപ്പൊ ഒരു പാർട്ടിയിലത്തെ ഒരു പ്രതിനിധിയെ ഏതെങ്കിലും പാർട്ടി അവരുടെ സമ്മേളനത്തിലേക്കോ വല്ലതും വിളിക്കുകയാണെങ്കിൽ ആ ബന്ധപ്പെട്ട കക്ഷികളോട് ചോദിക്കണം. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ് ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ CPMന്റെ ആളെ ക്ഷണിക്കുകയാണെങ്കിൽ CPMനോട് ചോദിക്കണം. അതുപോലെ CPM ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ആളെ ക്ഷണിക്കുകയാണെങ്കിൽ കോൺഗ്രസിനോട് ചോദിക്കണം. അല്ലാണ്ട് കോൺഗ്രസിനെ ഏതെങ്കിലും ഘട്ടത്തിൽ വിമർശിച്ച ഒരാളെ വിളിച്ചിട്ട് അതാണ് കോൺഗ്രസ് പ്രതിനിധി എന്ന് പറയുന്നത് ശരിയല്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇത് വിഷയം ഗൗരവമുള്ളതാണ്. എന്താണ് ഗൗരവമുള്ള വിഷയം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നിലപാടുണ്ട്. കോൺഗ്രസിന്റെ നിലപാട്, അതായത് വിദേശ നയത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദേശ നയം പറയും. ചോദിക്കൂ രാജേഷ്. ഈ സമയത്ത് റിലവൻസ്, ഈ സമയം ഒറ്റ ചോദ്യം മാത്രം, കൂടുതൽ സമയം എടുക്കില്ല. ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞു കുറച്ച് രാഷ്ട്രീയ മര്യാദയെക്കുറിച്ചൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, CPMന്റെ സമ്മതത്തോടു കൂടിയാണോ സോമനാഥ് ചാറ്റർജിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് തീരുമാനിച്ച് മുന്നോട്ട് പോയത്? അല്ല, അതായത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ല. ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ചലനങ്ങളും എല്ലാ സർവകക്ഷികളും ഒറ്റക്കെട്ടായി, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടായി രാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എടുക്കുന്ന തീരുമാനം രണ്ടും രണ്ടല്ലേ? ഇതൊരു മറ്റൊരു വിഷയമാണെന്നാണല്ലോ BJP ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നും മിണ്ടരുത്, സമയമായില്ല എന്നാണ് നിങ്ങളും പറയുന്നത്. അല്ല രാജേഷ് ഒരു മിനിറ്റ്. രാജേഷ് ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം ആഭ്യന്തര രാഷ്ട്രീയത്തില് കേന്ദ്രത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ ആ ഗവൺമെന്റിലെ എന്തൊക്കെ സംവിധാനം വേണമെന്നുള്ളത് രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ്. അതൊരു ആഭ്യന്തര രാഷ്ട്രീയ വിഷയം, നമുക്കുള്ളിലെ വിഷയമാണ്. ഇതല്ല, ഇത് പാകിസ്ഥാൻ എന്ന ശത്രു രാജ്യം ഇന്ത്യയിലേക്ക് ഭീകരരെ അയച്ച് നിരപരാധികളെ കൊന്ന ശേഷം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷം എന്ന് മാത്രമല്ല വർഷങ്ങളോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ്. ആ കോൺഗ്രസിനെ നിങ്ങൾ ഈ സമയത്ത്, അതായത് രാജേഷിന്റെ പാർട്ടി ഈ സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനോടാ ചോദിക്കേണ്ടത്. സോമനാഥ് ചാറ്റർജിയെ സ്പീക്കറായി പാർട്ടി തീരുമാനിച്ച് നൽകിയത് തന്നെയാണ് കേട്ടോ. അല്ലല്ല, ഞാനത് അതിലേക്ക് ചർച്ച പരിധിരിച്ചുവിട്ടാൽ ശരിയാവില്ല. അതിനുശേഷം സംഭവിച്ച ശരി, പക്ഷെ പാർട്ടി തീരുമാനിച്ച് നൽകിയതല്ല. അല്ല, ഒരു മിനിറ്റ് സ്മൃതി, അതിൽ അക്കാലത്ത് പുറത്താക്കിയ ശേഷമാണ് അദ്ദേഹം തുടർന്നത്. അല്ലല്ല, ശേഷം പുറത്താക്കിയ ശേഷമാണ് തുടർന്നത്. രാജേഷിനോടാണ് ശ്രീ. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയാം രാജേഷേ. CPM പുറത്താക്കിയ വ്യക്തിയാണ്
അതിൽ കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടാകും. അതുപോലെയാണോ പാകിസ്ഥാനുമായുള്ള എന്താ പുറത്താക്കാൻ കാര്യം എന്താ? അല്ലല്ല, നമ്മളിപ്പോൾ രാജ്യത്തിനകത്തെ രാഷ്ട്രീയ തർക്ക വിതർക്കങ്ങളല്ലല്ലോ. ഞാൻ കമ്പയർ ചെയ്യുകയല്ല രാജേഷ്. ഒരു തരത്തിലുള്ള കമ്പാരിസണും ഇല്ലാത്ത കാര്യമാണ്. നമ്മുടെ സമയം കളയണ്ട. അത് വിട്ടേക്കാം. അല്ല ഒരു മിനിറ്റ്, ഞാൻ രാജേഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. പക്ഷെ ഞാൻ ചർച്ചാ വിഷയം ആക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഘട്ടമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഇതുപോലെ പ്രതിപക്ഷ കക്ഷികളെ പൂർണ്ണ പിന്തുണ നൽകേണ്ട അപൂർവ സന്ദർഭങ്ങളേ ഉള്ളൂ. അതിലൊന്ന് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും ഒക്കെയാണ്. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് നടത്താൻ പോകുന്ന യാത്രയൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ കാര്യം BJP തീരുമാനിക്കരുത്. കോൺഗ്രസിനെ അപമാനിക്കാൻ ശ്രമിക്കരുത്. ശശി തരൂരിന്റെ നിലപാടുകളെ ചൂഷണം ചെയ്യരുത്. ഇവിടെ ശശി തരൂരിന്റെ മറ്റു നിലപാടുകളും അതാണ് ഇവിടെ കൂട്ടിക്കലർത്താത്തത്. പക്ഷെ ശശി തരൂര് അദ്ദേഹം വിചാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. കോൺഗ്രസ് അവരുടെ എന്ന് പറയുമ്പോൾ ശശി തരൂർ അന്യനായി മാറുകയാണ് ഇവിടെ. അത് എന്തുകൊണ്ടാണെന്ന് ശശി തരൂർ ചിന്തിച്ചോ അതോ അദ്ദേഹത്തിന്റെ ഭാഷാപരമായ ശൈലിയിലെ വ്യത്യാസമാണെന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം ഇന്ന് മലയാളത്തിൽ പറഞ്ഞത് കോൺഗ്രസ് അവരുടേതാണ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് പറഞ്ഞത്. ഒരിക്കലും കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനത്തെ ഒരു മനോഭാവം ശശി തരൂരിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒപ്പം തന്നെ ബിജെപിയുടെ ഈ രാഷ്ട്രീയ നീക്കത്തിനെയാണ് കോൺഗ്രസ് ജയറാം രമേശ് പേര് പുറത്തുവിട്ടത്. ജയറാം രമേശ് പേര് പുറത്തുവിട്ടത് BJPയെ തുറന്നു കാണിക്കാനാണ്. കോൺഗ്രസിന്റെ സൗഹാർദ്ദ സമീപനവും BJPയുടെ രാഷ്ട്രീയ ആ ഒരു നീക്കവും തുറന്നു കാണിക്കാനാണ് ആ 4 പേരുകളും പുറത്തുവിട്ടത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.